ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഇന്ദു നന്ദിയുടെ അടുത്ത് പറയുന്നുണ്ട്, എടുത്തി എനിക്ക് തോന്നുന്നത് ഇത് ചേച്ചിയും അനിയത്തിയും കൂടി ചെയ്തു വെച്ച പ്ലാൻ ആണെന്നാണ് തോന്നുന്നത്. ആദ്യം ചേച്ചി ഇവിടേക്ക് കയറി വന്നു, പിന്നാലെ അനിയത്തിയും വന്നു. ഇതൊരു മാസ്റ്റർ പ്ലാൻ ആയിട്ട് തന്നെയാണ് എടുത്തി എനിക്ക് തോന്നുന്നത് എന്ന് ഇന്ദു പറയുമ്പോഴേക്കും അത് കേട്ടുകൊണ്ട് അനുപമ അവിടേക്ക് വരുന്നുണ്ട്. ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചിട്ട് അനുപമ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇന്ദുവിനോട് ചോദിക്കണ്ടേ, അല്ല ഇന്ദു ചെറിയമ്മക്ക് എന്ത് സംശയമുള്ളത്? അല്ല, നീ ആദ്യം അബീനെ വിളിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നു, അതിനുശേഷം നീ ഇങ്ങോട്ടേക്ക് വന്നു, അതിനുശേഷം നിന്റെ അനിയത്തിനെ കൊണ്ട് അർജുനെ വളപ്പിച്ച് അവളെ ഇങ്ങോട്ട് കയറ്റിയില്ലേ? ദേ ചെറിയമ്മ, ഞാൻ മര്യാദക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം. അബി എന്നെ സ്നേഹിച്ച് പ്രണയിച്ചാണ് താലി കെട്ടിയത്, അത് അമ്പലത്തിൽ കൊണ്ടേ താലി കെട്ടിയത് എന്ന് പറയുമ്പോൾ നന്ദിനി പറയണ്ട, അമ്പലത്തിൽ കൊണ്ടേ താലി കെട്ടിയ കഥയൊന്നും നീ പറയണ്ട. അതുകൊണ്ടിട്ടായിരിക്കും കഴിഞ്ഞ ദിവസം നീയും അവനും തമ്മിലുള്ള വിവാഹബന്ധം വേർപെടുത്തണമെന്ന് പറഞ്ഞിട്ട് രാഘവേട്ടനോട് പറഞ്ഞത്. അനുപമ പറയണ്ട്, അത് വേറൊന്നുമല്ല, ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആവുമ്പോഴേക്ക് ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും ഉണ്ടാവും. പിന്നെ അന്ന് ആ സമയത്ത് അബി കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാ കുടിച്ചിന്റെ പുറത്താണ് അബി അങ്ങനെയൊക്കെ പറഞ്ഞത്, അല്ലാതെ ഞാനും അബിയും തമ്മിൽ ഒരു പ്രശ്നവും. പിന്നെ അഞ്ജലിനെയും അവളുടെ വീട്ടുകാരെയൊക്കെ ഒരു വർഷം മുമ്പേ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അങ്ങനെയുള്ള അവളെ ഇങ്ങോട്ട് കയറ്റാൻ വേണ്ടി ഞാൻ കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവളെന്റെ ശത്രുവാണ്, പൊതുശത്രു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് രാഘവനുണ്ണി വരുവാണ്. എന്താ ഇവിടെ, സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. എന്താ ബഹളം എന്ന് ചോദിക്കുമ്പോഴേക്കും അനുപമ പറയണ്ട, അങ്കിളെ കേട്ടില്ല അങ്കിളെ, ഇവര് പറയണത് ഞാൻ അഞ്ജലിനെ മനഃപൂർവ്വം ഈ വീട്ടിൽ കൊണ്ടുവന്നു ഇന്ദു ചെറിയമ്മ പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും ഞാൻ അങ്ങനെ ചെയ്യൂ അങ്കിളെ എന്ന് ചോദിക്കുമ്പോഴേക്കും രാഘവനുണ്ണി പറയണ്ട, നിന്റെ അനിയത്തിയല്ല അഞ്ജലി, പിന്നെ അങ്ങനെ പറഞ്ഞതിൽ എന്താ തെറ്റ്? അങ്കിളെ ഒരിക്കലും അവൾ ഇങ്ങോട്ട് കയറ്റാൻ വേണ്ടി ഞാൻ അങ്ങനെ കൂട്ടു നിൽക്കുമെന്ന് അങ്കിളിന് തോന്നുന്നുണ്ടോ? എന്റെ പൊതു ശത്രുവാ അങ്കിളെ അഞ്ജലി. അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? എന്താ അങ്കിളെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അതെ, അഞ്ജലിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്താക്കണം. അതിന് നിനക്ക് സാധിക്കോ? അത് കുറുപ്പങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലേ? കുറുപ്പ് അയാളെ വിട്, നിനക്ക് ചെയ്യാൻ പറ്റോ ഇല്ലയോ? ശരി അങ്കിളെ, 1-2 ആഴ്ചക്കുള്ളിൽ അഞ്ജലിനെ ഞാൻ ഇവിടെ പറപ്പിച്ചിരിക്കും. എന്താ അതുപോലെ? ഇത് അനുപമയുടെ വാക്കാണ്, അങ്കിളിനെ വിശ്വസിക്കാം. അവളെ ഞാൻ ഇവിടുന്ന് പറപ്പിച്ചിരിക്കും അങ്കിളെ, മാക്സിമം 2 ആഴ്ച, അതിനുള്ളിൽ തന്നെ. ശരി, ഞാൻ ഈ കാര്യത്തിൽ നിന്നെ വിശ്വസിക്കുകയാണ് എന്ന് രാഘവനുണ്ണിയും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കണത് ദീപ്തിനെയും നിത്യേനെയാണ്. രണ്ടുപേരും കൂടി അർജുന്റെ റൂം അലങ്കരിച്ചുകൊണ്ടിരിക്കാട്ടോ. അവിടേക്ക് ഗോവിന്ദനുണ്ണി വരുന്നുണ്ട്. എന്റെ പിള്ളേരെ, ഇതുവരെ കഴിഞ്ഞില്ലേ നിങ്ങളുടെ അലങ്കോല പണികളാ? വല്യച്ഛ, ഇത് അലങ്കാര പണിയാ? ഇത് അലങ്കാര പണിയാണ്. ഫസ്റ്റ് നൈറ്റ് ആകുമ്പോ ഇത് അലങ്കോല പണി ആവുമല്ലോ. അല്ല, വല്യച്ഛനോട് പൂ മേടിക്കാൻ വേണ്ടി പൂ മേടിച്ചില്ലേ? അയ്യോ അടി മക്കളെ, ആ പൂ ഞാൻ മേടിച്ചിട്ട് ഇവിടെ എവിടെയോ വെച്ചിരുന്നല്ലോ, ദേ ഇരിക്കുന്നു പൂ എന്ന് പറയാണ്. കൊള്ളാം. അല്ല അങ്കിളെ, എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ടോ വല്യച്ഛ? ഒരിക്കതൊക്കെ സൂപ്പർ, അതിഗംഭീരം. അപ്പോ നിത്യ പറയുന്നുണ്ട്, ഇതെല്ലാം എന്റെ ഐഡിയ ആണ്. ദീപ്തി പറയുന്നുണ്ട്, പിന്നെ ഇവൾക്ക് റീൽസ് എടുക്കലായിരുന്നു വല്യച്ഛ പണി, ഞാനാ ഈ പണിയെല്ലാം ചെയ്തത്. നിത്യ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞു വല്യച്ഛ, ഒരു അടിച്ചു പൊളിക്കുള്ള DJയും കാര്യങ്ങളൊക്കെ നഷ്ടമായി പോയി. അച്ചുവേട്ടന്റെയും അഞ്ജലി ചേച്ചിയുടെ വിവാഹം അടിപൊളിയായിട്ട് ഗ്രാൻഡ് ആയിട്ട് നടത്തണമെന്ന് നമ്മുടെ കസിൻസിനെ എല്ലാവരും വിളിക്കണമെന്നും അത് DJ പരിപാടിയും ഒരു വലിയൊരു റിസപ്ഷൻ നടക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. എടി പിള്ളേരെ, നിങ്ങൾ ടെൻഷൻ ആവാതെ അഞ്ജലി ഒന്ന് ഓക്കെ ആവട്ടെ, നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ കസിൻസിനെ ഒക്കെ വിളിച്ചിട്ട് ഒരു അടിപൊളി റിസപ്ഷൻ നടത്താം. എന്താ അതുപോലെ? അത് മതി എന്ന് പറയാണ്. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് അർജുൻ വരുന്നുണ്ട്. അല്ല, ഇവിടെ എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു കപ്പ പുഴുങ്ങാണ്, എന്നിട്ട് എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. എന്താ അത് മതിയോ? അല്ല വല്യച്ഛൻ എന്താ തമാശ പറയണത്? അല്ല, നിനക്കിത് കണ്ടിട്ട് എന്താ മനസ്സിലായില്ലേ എന്താണെന്ന്? അല്ല, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ വല്യച്ഛ? വല്യച്ഛൻ അറിയില്ലേ ഇന്ന് ഇവിടെ നടന്ന പ്രശ്നം എന്തുമാത്രമാണെന്ന്? എടാ മോനെ, എല്ലാം എനിക്കറിയാം, പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ അച്ഛൻ, അതായത് എന്റെ ഏട്ടൻ രാഘവനുണ്ണി, അയാള് വലിയൊരു ആണിക്കല്ലാണ് അഞ്ജലിയുടെ തലയിൽ വെച്ച് അടിച്ചു കൊടുത്തത്. അവളുടെ മനസ്സിൽ നിന്ന് അത് മാറാൻ കുറച്ച് സമയമെടുക്കും, പക്ഷെ ആദ്യ രാത്രി അതിനുള്ള ഒരു സംഭവമാടാ. നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കാനും മനസ്സ് തുറന്ന് തെറ്റിദ്ധാരണയൊക്കെ മാറ്റാനുള്ള ഒരു വേദി. പിന്നെ നിനക്ക് വേണമെങ്കിൽ 2 പാട്ടും പാടാം. ദീപ്തി പറയണ്ട, അയ്യോ അച്ചുവേട്ടൻ പാട്ട് പാടല്ലേ, അച്ചുവേട്ടൻ പാട്ട് പാടിയല്ലേ അഞ്ജലി ചേച്ചി ഇവിടെ നിന്ന് എടുത്ത് ഓടും എന്ന് പറയുമ്പോൾ വല്യച്ഛൻ പറയണ്ടേ, എങ്കിലേ ഞാൻ ഒരു പാട്ട് പറഞ്ഞുതരാം, ആ പാട്ട് നീ പാടിയാൽ മതി. കവിളിൽ മറുകുള്ള അഞ്ജലി പെണ്ണെ എന്ന് പറയുമ്പോഴേക്കും അർജുൻ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അർജുൻ പെണ്ണ, എന്നാലും ഇതിനൊന്നും ആവശ്യമില്ലായിരുന്നു വല്യച്ഛ. വല്യച്ഛൻ അറിയാലോ ഇന്ന് അവൾ ഇവിടെ വരാനുണ്ടായ സാഹചര്യം, ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ എല്ലാം വല്യച്ഛൻ അറിയാലോ. പിന്നെ എന്തിനാ വല്യച്ഛ ഇതൊക്കെ അലങ്കരിച്ചേക്കണത് എന്ന് പറയുമ്പോഴേക്കും, എടാ മോനെ നോക്ക്, അഞ്ജലിയുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടായനെ. ഞാൻ മനസ്സിലാക്കി
മനസ്സിലാക്കിയെടുത്തോളം അഞ്ജലി നല്ല കാര്യപ്രാപ്തിയുള്ള പെണ്ണ. അതുകൊണ്ട് അവൾക്ക് കുറച്ചും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഒരു ആദ്യരാത്രിക്കുള്ള സ്കോപ്പ് ഉണ്ടട ചക്ക. അതെ പിള്ളേരെ, നിങ്ങൾ പോവാൻ നോക്കെ, എനിക്ക് ഇവളോടെ കുറച്ച് ദാമ്പത്യ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. അയ്യോ ഞങ്ങൾ പോവാണേ എന്ന് പറഞ്ഞിട്ട് ദീപ്തി നിത്യം അവിടെ നിന്ന് പോവാട്ടോ. വലിയച്ഛൻ പറയുന്നുണ്ട്, എടാ നീ ഒന്നും കൂടെ ടെൻഷൻ ആവണ്ട, അവളായതുകൊണ്ട് ഇത്രയൊക്കെ പൊട്ടിത്തെറിച്ചുള്ളൂ. അപ്പൊ അതിനർത്ഥം എന്താണ്? അവൾക്ക് കാര്യങ്ങൾക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആദ്യരാത്രിക്കുള്ള സ്കോപ്പ് ഉണ്ടെന്നല്ലേ അർത്ഥം. നീ മനസ്സ് തുറന്ന് സംസാരിക്കട. നിന്നെ മനസ്സിലാക്കാതെ അവള് വേറെ ആരെ മനസ്സിലാക്കാനാ? എല്ലാം ശരിയാകും എന്ന് നമ്മുടെ ഗോവിന്ദനുണ്ണി പറയാട്ടോ. എന്നിട്ട് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അർജുന് ഭയങ്കര സമാധാനമാവാണ്. ശരിയാ, അപ്പോൾ ഒരു ആദ്യരാത്രിക്കുള്ള സ്കോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അർജുനും ആ ബെഡിൽ അങ്ങനെ കിടക്കുവാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കണം നമ്മുടെ കുറുപ്പിനെയാണ്. കുറുപ്പ് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഭാര്യ വരുന്നുണ്ട്, സേതു. എന്നിട്ട് സേതു ദേഷ്യത്തിൽ കുറുപ്പിനെ നോക്കാണ്. നീ എന്തിനായിട്ട് സേതു എന്നിങ്ങനെ ദേഷ്യത്തിൽ നോക്കണത്? നിനക്കറിയാലോ പുറത്തു പോയിട്ട് എനിക്ക് വെള്ളം അടിക്കാൻ പറ്റത്തില്ല. ആൾക്കാർ കണ്ട എന്ത് വിചാരിക്കും? ഓ, ഞാൻ നിങ്ങൾ വെള്ളം അടിക്കണേനോ ഒന്നും പറഞ്ഞതല്ല. എന്നാലും നമ്മുടെ മോളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കുടിക്കാനൊക്കെ തോന്നുന്നുണ്ടല്ലോ. അവിടെ അവളും ആ അഞ്ജലിയും അതുപോലെ തന്നെ അർജുനും പുതിയ ജീവിതം ആരംഭിക്കുക. നമ്മുടെ മോളുടെ ജീവിതമാണെങ്കിൽ ഇങ്ങനെയായി. എടി പതുക്കെ പറയടി, നമ്മുടെ മോൾ എങ്ങാനും കേട്ടാ വലിയ ഭൂകമ്പം ഉണ്ടാവും. എടി അവിടെ നടന്ന കാര്യം ഞാൻ നിന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവൾ അറിഞ്ഞ ഇനി എന്തൊക്കെ ഭ്രാന്ത് കാണിക്കുമെന്ന് പോലും പറയാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് കാർത്തിക് വരുവാട്ടോ. നീ ഇതെവിടേക്കാണ് പോകുന്നത് എന്ന് കുറുപ്പ് ചോദിക്കുമ്പോൾ ഞാൻ പുറത്തു പോവാം, ഒരു DJ പാർട്ടി ഉണ്ട്. അപ്പോൾ സേതു പറയുന്നുണ്ട്, നീയൊക്കെ കാരണമാണ് കാവ്യയുടെ ജീവിതം ഇങ്ങനെ ആയത്. ഞാൻ കാരണോ? ഞാൻ എന്ത് ചെയ്തു? ഞാൻ കാരണമാണോ അർജുൻ അവളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത്? അല്ലല്ലോ. ഞാൻ കാരണമാണോ അവളുടെ കല്യാണം മുടങ്ങിയത്? അല്ലല്ലോ. പിന്നെ എന്തിനാ എല്ലാം കൂടി എന്റെ തലയിലേക്ക് ഇടുന്നത്? ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? അച്ഛനെ പോലെ വെള്ളമൊടിച്ച് ഇവിടെ അങ്ങനെ കിടക്കണോ എന്ന് ചോദിക്കാണ്. കുറുപ്പ് പറയുന്നുണ്ട്, നിനക്ക് വെള്ളമൊടിക്കാനും താല്പര്യമില്ല, നിനക്ക് ഇഷ്ടം മറ്റേതല്ലേ നമ്മുടെ ജൈവവളം. ഞാനൊന്നും പറയണില്ല, അതിന്റെ ഭാഗമായിട്ടല്ലേ ആ പെണ്ണിനെ നീ സ്വിമ്മിംഗ് പൂളിൽ ഇട്ടത്, അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചത് എന്നിങ്ങനെ പറയാണ്. കാർത്തിക് പറയണ്ടോ, എനിക്ക് നിങ്ങളത് സംസാരിച്ചിരിക്കാൻ സമയമൊന്നുമില്ല, ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് കാർത്തിക് അവിടുന്ന് പോവാണ്. കുറിപ്പ് പറയണ്ട്, ഓ അച്ഛനേക്കാളും മുമ്പ് ഉണ്ടായ വിത്ത് എന്നിങ്ങനെ പറഞ്ഞിട്ട് കുറിപ്പും വീണ്ടും മദ്യപിക്കാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കണ അനുപമേനെയാണ്. അനുപമ രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈശ്വര, അഭി വന്ന പ്രശ്നമാകുമെന്ന് ഞാൻ അഞ്ജലി എടുത്ത് പറഞ്ഞു, എന്നിട്ടും അവൾക്കൊരു കുലുക്കവും ഇല്ലല്ലോ. ഇനി അഭി നാളെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. അഭി വന്നാൽ ഇനി ഇവിടെ എന്തുമാത്രം പ്രശ്നം ഉണ്ടാവുമെന്ന് ആർക്കറിയാം. ഞാനാണെങ്കിൽ രാഘവനുണ്ണി അങ്കിളടുത്ത് പറയുകയും ചെയ്തു അഞ്ജലി ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി കൂട്ട് നിൽക്കാന്ന്. എന്നിട്ടിപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയായല്ലോ. ഇപ്പൊ ഇവിടെ ആദ്യരാത്രി ആഘോഷിക്കാൻ വേണ്ടി അവൻ മണിയറേ കയറി ഇരിക്കുക. എങ്ങനെയായിരുന്നു മുടക്കുക? ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അനുപമ കാവ്യനെ വിളിക്കാണ്. കാവ്യ ആ സമയത്ത് ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. കാവ്യ ഫോൺ എടുത്തിട്ട്, ഓ ഇവളായിരുന്നോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഫോൺ എടുക്കാണ്. ഹലോ, എന്താണ് ചേച്ചി? അതെ കാവ്യ, സുഖാണോ? എന്താ സുഖമൊക്കെ നിങ്ങൾക്കല്ലേ? അവിടെയല്ലേ വിശേഷം നടക്കുന്നത്, അവിടെയല്ലേ നായകനുള്ളത്. അത് ശരിയാണ്. അപ്പൊ ഇവിടുത്തെ വിശേഷമൊന്നും നീ അറിഞ്ഞില്ലേ? വിശേഷോ? എന്ത് വിശേഷം? ഓഹോ, അപ്പൊ കുറുപ്പങ്ങളൊന്നും പറഞ്ഞില്ലേ? അച്ഛൻ എന്ത് പറയാൻ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? എങ്കിൽ നീ അറിഞ്ഞു ഇവിടെ വലിയൊരു വിശേഷം നടന്നിരിക്കുക. അനുചേച്ചി കാര്യം എന്താന്ന് പറ. മുമ്പത്തെ പോലെ എന്നെയും എന്റെ ബ്രദർ കാർത്തികനെയും കൊടുക്കാനുള്ള വല്ല തന്ത്രമാണോ എന്ന് പറയുമ്പോഴേക്കും അനുപമ മനസ്സിൽ വിചാരിക്കണോ, ആള് ഭയങ്കര ഗൗരവത്തിലാണല്ലോ എന്നിങ്ങനെ വിചാരിക്കണ്ട്. അതൊന്നുമല്ല കാവ്യേ, നിനക്കൊരു കാര്യം അറിയാവോ? അർജുനുണ്ടല്ലോ ആ അഞ്ജലിനെ വിവാഹം കഴിച്ചുകൊണ്ട് ഇവിടേക്ക് വന്നു. വാട്ട്? എന്തൊക്കെയാണ് ചേച്ചി നിങ്ങൾ പറയണത്? അതെ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. അഞ്ജലിയുടെയും അർജുന്റെയും വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളൊക്കെ കാവ്യ എടുത്ത് തുറന്നു പറയാണ് അനുപമ. ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയാട്ടോ. ഇത് കേൾക്കുമ്പോൾ കാവ്യക്ക് ദേഷ്യം വരുവാണ്. അനുപമ പറയണ്ട്, എനിക്ക് തോന്നുന്നത് കാവ്യ, ഇതിന് പിന്നിൽ രാഘവനുണ്ണി അങ്കിളുടെ ശക്തമായ കൈകളുണ്ട്. അയാളും കൂടി ചേർന്നിട്ട് നിങ്ങളെ പറ്റിച്ചെന്ന എനിക്ക് തോന്നണത് എന്ന് പറയുമ്പോഴേക്കും കാവ്യ ആപ്പിൾ അറിഞ്ഞുകൊണ്ടിരുന്ന കത്തി എടുത്തിട്ട് ദേഷ്യത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നാട്ടോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അഞ്ജലിയുടെയും അർജുന്റെയും ആദ്യ രാത്രി മുടക്കാൻ വേണ്ടി നമ്മുടെ കാവ്യ കറക്റ്റ് സമയത്ത് തന്നെ അവിടേക്ക് എത്തുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.